നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ വരാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ ചില എനർജി പ്ലേസ് ഉണ്ട്, ഇവിടെ വരണം. എന്തായാലും എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരാൻ ശ്രമിക്കണം. കണ്ണടയ്ക്കുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ആ ശാന്തിയിലേക്കും ആ ഒരു സമാധിയിലേക്കും പോവുകയാണ്, ഒരു സമാധി അവസ്ഥയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും ജന്മത്തിൽ ഞാനിവിടെ ഏതെങ്കിലും ഒരു ചെറു ജീവിയായിട്ടോ ഒരു പുല്ലായിട്ടൊക്കെ ജനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് അനുഭവിക്കാനുള്ളൊരു സുഖം എനിക്ക് കിട്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വളരെയധികം മനോഹരമാണ്. ഇവിടെ വളരെയധികം മനസമാധാനമുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മളൊന്നും അല്ലാതാവും. ഞാൻ എവിടെയാണെന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ. സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ഒന്നുമല്ലാതായി തീരാൻ വേണ്ടിയിട്ട് ചില മെഡിറ്റേഷനും ധ്യാനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വന്ന സമയത്ത് ഞാൻ ആരാണെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സമൂഹത്തെ നോക്കി നമസ്കാരം പറയാനുള്ളൊരു അത്രയും കൂടി നമുക്ക് പറ്റാത്തൊരു ചില സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ വലിയ വലിയ മെഡിറ്റേഷൻ്റെ തലങ്ങളിൽ കിട്ടുന്നതാണ്. ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് അതിൻ്റെ ഒരു അനുഭവം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഇങ്ങനെയൊരു തുടക്കം നിങ്ങളോട് ഇങ്ങനെ തുടങ്ങിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്താ പറയുക, നമ്മുടെ ബിനോജൻ്റെ കൂടെ, നമ്മുടെ ശിവനാഥ് യോഗിയുടെ കൂടെ ഒരു ചെറിയൊരു ട്രിപ്പ്, എന്താ പറയുക, നമ്മുടെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ചെറിയൊരു ട്രിപ്പ് അത്രേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് നമ്മുടെ അന്ധകരണം ഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് ഒന്നും അല്ലാതിരിക്കാനുള്ളൊരു ആ ഒരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. സത്യത്തിൽ എനിക്ക് സംസാരിക്കുമ്പോൾ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിരന്തരം ഇവിടെ ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരുനാവായയിൽ വെച്ച് നടന്ന മഹാമാഘ മഹോത്സവത്തിൽ വെച്ചാണ് ബാലകൃഷ്ണ പൈ എന്ന ബാലുസ്വാമിയെ ശിവനാഥ് യോഗി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ സൗഹൃദമാണ് ഇന്ന് ഇത്തരത്തിലൊരു യാത്ര നടക്കുവാൻ കാരണമായത്. വാഗമൺ മലനിരകളോടനുബന്ധിച്ചുള്ള അതിമനോഹരവും ദൈവീകത നിറഞ്ഞതുമായ ഒരു സ്ഥലമാണ് ഉറുമ്പിക്കര. അവിടേക്കും അവിടം കാത്തുപരിപാലിക്കുന്ന ആ മലമുകളിൽ അമർന്ന് താഴെ വസിക്കുന്ന ജനങ്ങൾക്ക് ഐശ്വര്യദായിനിയുമായ ഇരുമലച്ചി അമ്മയെ കൂടി കാണുവാനും ആ അനുഗ്രഹം തേടിയും കൂടിയായിരുന്നു ഈ യാത്ര. ശിവനാഥ് യോഗിക്കും ബാലുസ്വാമിക്കുമൊപ്പം സാധകനും എഴുത്തുകാരനുമൊക്കെയായ രവിയേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ആധ്യാത്മിക ചർച്ചകൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഇത്. കോട്ടയം ജില്ലയിലെ ഏന്തയാർ എന്ന സ്ഥലത്തു നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. ഉറുമ്പിക്കര ഇടുക്കി ജില്ലയിലാണ്. ഈ രണ്ടു ജില്ലകൾക്ക് അതിരായി മനോഹരിയായി പുല്ലകയാർ ഒഴുകുന്നു. ഏന്തയാറിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ ടാറിംഗ് ഉള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ റോഡാണ്. എന്നാൽ പിന്നീട് മലമുകളിലേക്ക് ദുർഘടമായ വഴിയാണ്. ജീപ്പിന് സഞ്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന വഴി. ഈ വഴി ജീപ്പോടിച്ച് ചിരപരിചിതനായ മനോജേട്ടൻ ഞങ്ങളെ അതിസാഹസികമായി തന്നെ മുന്നോട്ട് നയിച്ചു. ചിലയിടങ്ങളിൽ റോഡുകളിൽ കല്ലുകൾ വെച്ച് ടയർ കയറാൻ പാകത്തിൽ നന്നാക്കിയും കൊച്ചരുവികളും തോടുകളും ഒക്കെ കടന്നും ഞങ്ങൾ യാത്ര ചെയ്ത് മുകളിലെത്തി. നിർമ്മലമായ ശുദ്ധമായ അരുവികളും അവിടുത്തെ തണുത്ത ജലവും എത്ര കുടിച്ചാലും മതിയാവില്ല. മഞ്ഞും ചെറിയ ചാറ്റൽ മഴയും ഇടയ്ക്ക് വന്നെത്തുന്ന ഇളവയിലും വീശിയടിക്കുന്ന കാറ്റും ഞങ്ങളെ അവിടേക്ക് സ്വാഗതം ചെയ്തു. ക്ഷേത്ര സംബന്ധിയായ ആചാര സംബന്ധിയായ ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. മലമുകളിലെത്തിയപ്പോൾ അവരെല്ലാവരും പ്രകൃതിയുടെ മടിത്തട്ടിൽ ധ്യാനത്തിലാണ്ടു. അവിടെ അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ബാലുസ്വാമിയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. തുടർന്ന് കാണുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുമലച്ചി, നമ്മുടെ ഇടുക്കി ജില്ലയിലാണിത്. അതിൻ്റെ ടോപ്പിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. വലിയൊരു അനുഭവമാണിത്. എന്താ പറയുക, ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നിരന്തരമായിട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ വരുന്ന കാരണം അതിങ്ങനെ ശരിക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താ പറയുക, നമ്മളൊക്കെ ജീവിതത്തിൽ സുരക്ഷിതം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സുരക്ഷിതത്വം എന്ന് വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സുരക്ഷിതരായിട്ട് വളർത്തുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്, സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ എന്താ പറയുക, നമ്മുടെ സൈന്യം, അങ്ങനെയുള്ള എല്ലാം കൂടിയിട്ട് നമ്മളെ വളരെയധികം സുരക്ഷിതരാക്കിയിട്ടാണ് വെക്കുന്നത്. പക്ഷേ ആ സുരക്ഷിതത്വം, നമ്മൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം ഒരുതരം തടങ്കലാണെന്ന്, ഒരുതരം തടവറയാണെന്ന് ഇങ്ങനെയുള്ള ചില സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ കുടിക്കാൻ വെള്ളമില്ല, ഉടുക്കുന്ന വസ്ത്രം ഈ ഒരൊറ്റ വസ്ത്രമേ ഉള്ളൂ. മഴ പെയ്താൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി വല്ല ആപത്ത് പറ്റി എന്ത് ചെയ്യണമെന്ന് ഒരു അറിവുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയോട് ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു സുഖമുണ്ട്. ഒരു പക്ഷേ ഇതായിരിക്കണം പണ്ടത്തെ കാലത്ത് വലിയ വലിയ ഋഷീശ്വരന്മാർ വലിയ വലിയ മലകളെല്ലാം എന്താ പറയുക തിരഞ്ഞെടുക്കാൻ കാരണം.
ഉപാസനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ കാരണം. കേരളത്തിൽ മൊത്തത്തിൽ ഏകദേശം 72 മലവാരങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് മലവാരങ്ങൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ ഉപാസനയ്ക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. സത്യത്തിൽ നമ്മളല്ല ഈ ആനക്കുട്ടികളെ പോലെയാണ് അത്രേ. നമ്മൾ കളിച്ച് നടക്കും, നമുക്ക് ആപത്ത് വരുന്ന സമയത്ത് അമ്മയുടെ 2-4 കാലിൻ്റെ ഉള്ളിലേക്ക് എത്ര കയറി പോവുക ഒരു കുട്ടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില എന്താ പറയുക ഓട്ടങ്ങൾക്കിടയിലും ജീവിതത്തിൻ്റെ സമരങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളില്ലെങ്കിൽ മനുഷ്യൻ തീർച്ചയായിട്ടും ഇല്ലാതായിത്തീരും. സത്യത്തിൽ നമ്മൾ സാധന തുടങ്ങി ഉപാസന തുടങ്ങിയതൊക്കെ ഒരു നഗരത്തിൻ്റെ ഉള്ളിലാണ്. ഞങ്ങളൊക്കെ എന്താ പറയുക വളരെയധികം തിരക്കിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളായാലും പൂജകളായാലും ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു സാധന ചെയ്യാൻ നമുക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ സുരക്ഷിതത്വം, മാതാപിതാക്കൾ, ചുറ്റും നിൽക്കുന്ന ഗുരുജനങ്ങൾ, ഇതൊന്നും നമ്മളെ പുറമെ യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം വിട്ട് എല്ലാ സുരക്ഷിതത്വങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഒരു എന്താ പറയുക അപകടകരമായിട്ടുള്ളൊരു സ്ഥലത്ത്, വളരെ വിജനമായിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഭയമാണ് വരിക. ആദ്യം ഇങ്ങനെയുള്ള സ്ഥലത്ത് വരും നമുക്ക് ആദ്യം ഒരു ഭയമാണ് വരിക. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായി മാറും. ഇപ്പോൾ ഈ മുന്നിലിരിക്കുന്ന എന്താ പറയുക പുല്ലുകളായിക്കോട്ടെ, കല്ലുകളായിക്കോട്ടെ, ഇവിടെ വീശുന്ന കാറ്റ്, അവിടെയുള്ള മഞ്ഞ്, ഇതെല്ലാം സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ള തോന്നൽ വരാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ യുദ്ധങ്ങളില്ലാത്ത, സമരങ്ങളില്ലാത്ത, മത്സരങ്ങളില്ലാത്ത ഒരു ലോകം, അതാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് എനിക്കിവിടെ വന്നിട്ടുള്ള ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെയുള്ള ഓരോ ചരാചരങ്ങളും, ഇനി ഇവിടെ ദേവതകൾ, എനിക്ക് ചില ദർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ദേവതകളുടെ ശക്തികളൊക്കെ ഇങ്ങനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ ദേവതകൾ പോലും യുദ്ധം ചെയ്യുന്നില്ല. പൊതുവെ ദേവതകൾ ലോകത്തേക്ക് ഇറങ്ങി വരുന്ന യുദ്ധം ചെയ്യാനാണ്. നമ്മുടെ എല്ലാ അവതാരങ്ങളും കാളിയമ്മ ആയിക്കോട്ടെ, മഹാവിഷ്ണു ഭഗവാനായിക്കോട്ടെ, യുദ്ധങ്ങൾ ചെയ്യാനും ശത്രുസംഹാരത്തിന് വേണ്ടിയിട്ടും ശിഷ്ടരക്ഷണത്തിനും ശിക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയുള്ള ദേവതകൾ പോലും യോഗസമാധിയിൽ അടയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇടമായിട്ടാണ് എനിക്കിപ്പോൾ ഇതിനെ ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെയുള്ള പുല്ലും ഇവിടെയുള്ള ജീവനുള്ള ഏത് വസ്തുവും ഒരുതരം സമാധി അവസ്ഥയിൽ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആനന്ദം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളരെയധികം ചെറുപ്പ കാലഘട്ടത്തിൽ ചെറിയൊരു കളിപ്പാട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു മിഠായിലൊക്കെ നമുക്ക് വളരെയധികം ആനന്ദം ഉണ്ടായിരുന്നു, വലിയ സന്തോഷങ്ങളുണ്ടായിരുന്നു, നമ്മൾ ഹാപ്പി ആയിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആനന്ദം മറക്കുകയാണ്. വെച്ചാൽ ഒരു സന്തോഷത്തെ മറന്നു തുടങ്ങി. നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി അല്ല. ചിന്തിച്ച് ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു തരം ദുഃഖങ്ങളുണ്ട്. ഈ ദുഃഖങ്ങളാണ് നമ്മളെ മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കഴിവുള്ളവനാവണം, കഴിവില്ലാതിരുന്നാൽ ഈ ലോകത്തുനിന്ന് പുറത്താക്കപ്പെടും. എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ ഫീൽഡ്, എല്ലാ രംഗത്തും കോമ്പറ്റീഷൻ ഉണ്ട്. കഴിവില്ലാത്ത ആയി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുന്നുള്ളൊരു ഭയം കൊണ്ടാണ് നമ്മൾ വളരെയധികം കഴിവുകൾ ആർജിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മന്ത്രങ്ങളായാലും കൂടുതലുള്ള മന്ത്രങ്ങൾ പഠിക്കുക, കർമ്മങ്ങൾ കൂടുതൽ പഠിക്കുക, നിലവിലുള്ള ആൾക്കാരെക്കാൾ ഒന്നും മേലിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപാസനകൾ പോലും വഴിമാറി ചിന്തിച്ചു. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഉപാസന ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുന്നത് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ യാതൊന്നിനും വേണ്ടിയിട്ടല്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ദേവതകളെല്ലാം ഇതുപോലുള്ള ഏതെങ്കിലും സങ്കേതങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ പറയുക, കുടുംബക്ഷേത്രങ്ങളും കാവുകളും അതിൻ്റെ തനതായ രീതിയിൽ നിലനിർത്തുക, പരമാവധി പ്രകൃതിയോട് ഇണങ്ങി എന്താ പറയുക അതിനെ നിർമ്മിക്കുക എന്നുള്ളത്. അതിൻ്റെ നൈസർഗികത കളയാതെയും അതിൻ്റെ പ്രകൃതിപരമായിട്ടുള്ള ആ ഒരു ഭംഗി കളയാതെയാണ് അതിനൊക്കെ നിർമ്മിക്കേണ്ടതെന്നൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാവുകളെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണല്ലോ. ഇവിടെ വരുന്ന സമയത്താണ് അതിനുള്ള എന്താണതെന്ന് ശരിക്കും മനസ്സിലാവുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യമെന്ന്. ദേവതകൾ പോലും ഇത് ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ 2-3 ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഈ ഭാഗത്ത് ഒരു ഭാഗ്യം ചെയ്ത ദേവതകളെന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ വസിക്കുന്ന മൂർത്തികൾ വളരെയധികം ഭാഗ്യവന്മാരാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. കാരണം അവരനുഭവിക്കുന്ന ഒരു സുഖം അത് നമുക്ക് മനുഷ്യനായിട്ടുള്ള പോലെ എനിക്ക് പോലും ഇത് വല്ലാതെ അങ്ങോട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്ന സമയത്ത്. കണ്ണടയ്ക്കുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ആ ശാന്തിയിലേക്കും ആ ഒരു സമാധിയിലേക്കും പോവുകയാണ്, ഒരു സമാധി അവസ്ഥയിലേക്ക് പോവുകയാണ്. വലിയൊരു അനുഭവമാണ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരാൻ നിങ്ങൾക്ക് ഞാനതിനെ ഒന്ന് എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ സജസ്റ്റ് ചെയ്യണം. ഈ പ്ലേസ് സജസ്റ്റ് ചെയ്യണം. വെറുമൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇത്. ഇതിന് നിഗൂഢത എന്ന് പറയാനില്ല. ഇത് എന്താ പറയുക, അമ്മയുടെ സൗന്ദര്യം എന്താ പറയേണ്ടത്. നമ്മൾ ഈ ബാലവാടിയിലൊക്കെ 3:30 ആവണ സമയത്ത് ഈ അമ്മ വരാൻ വേണ്ടി കാത്തു നിൽക്കില്ലേ,
ആ സമയത്ത് അമ്മയുടെ മുഖം ദൂരെ, അമ്മയുടെ ആ ഒരു നിഴൽ, അമ്മയുടെ സാരിയുടെ ഒരു കളർ നമ്മൾ ദൂരെ നിന്ന് കാണാൻ നമുക്കൊരു സന്തോഷം വരുന്നില്ലേ? ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചൊരു ആ ഒരു സുഖം, ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ എനിക്ക് ഈ പ്രകൃതിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത്. സത്യത്തിൽ ഞാനിത് എവിടെ നിന്നോ, ചിലപ്പോൾ ഒരു കഴിഞ്ഞ ജന്മത്തിൽ, ഏതെങ്കിലും ജന്മത്തിൽ ഞാനിവിടെ ഏതെങ്കിലും ഒരു ചെറു ജീവിയായിട്ടോ ഒരു പുല്ലായിട്ടൊക്കെ ജനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് അനുഭവിക്കാനുള്ളൊരു സുഖം എനിക്ക് കിട്ടുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈ പ്രകൃതിയും മാറുന്നുണ്ട്. പെട്ടെന്നാണ് അതിൻ്റെ എന്താ പറയുക, ആ പ്രകൃതിക്കുള്ള മാറ്റം വരുന്നത്. ഇവിടെ നമുക്ക് അനുഭവിക്കുന്ന ശാന്തി വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ വരാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ ചില എനർജി പ്ലേസ് ഉണ്ട്, ഇവിടെ വരണം എന്തായാലും. എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വരാൻ ശ്രമിക്കണം. ഇതിൻ്റെ ഒരു സൗന്ദര്യവും ഇതിൻ്റെ ഒരു സുഖവും ഇതിൻ്റെ ഒരു സമാധാനവും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ബാലുസ്വാമി പറഞ്ഞതുപോലെ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ പുണ്യമായ സ്ഥലത്ത് എത്തുവാനും ഇവിടുത്തെ ആത്മീയ ശക്തിയും സമാധാനവുമൊക്കെ അനുഭവിക്കുവാനും ഇടവരട്ടെ. ഇവിടെയുള്ളത് ഇരുമലച്ചിയമ്മ കിരാതമൂർത്തി ക്ഷേത്രമാണ്. ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുന്നായി എല്ലാവരും അവിടെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹവും അനുവാദവും വാങ്ങി. ഗണപതി ഭഗവാനും മഹാദേവനായ ശിവഭഗവാനും അയ്യപ്പസ്വാമിയും അവിടെ അമ്മയ്ക്കൊപ്പം ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു. ജഗത്മാതാവായ മഹാകാളീശ്വരിയുടെ അനുഗ്രഹം തേടി ഉത്സവകാലത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ മലമുകളിലേക്ക് എത്തിച്ചേരുന്നത്. മീനമാസത്തിലാണ് ഇവിടെ തിരുവുത്സവവും പ്രതിഷ്ഠാവാർഷികവും നടക്കുക. കലശപൂജയും പൊങ്കാലയും മഹാപ്രസാദമൂട്ടും ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ഇരുമലച്ചിയമ്മയുടെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കാറുള്ളത്. ഈ ദുർഘടമായ പാതകൾ താണ്ടി ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ അനുഗ്രഹം തേടി ആ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുക. അമ്മയുടെയും പരിവാരമൂർത്തികളുടെയും അനുഗ്രഹവും അനുവാദവും വാങ്ങി അവർ മലമുകളിലേക്ക് ധ്യാനത്തിനായി നീങ്ങി. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരുമലച്ചി അമ്മയുടെ സംരക്ഷണത്തിൽ മണിക്കൂറുകൾ അവർ ധ്യാനത്തിലിരുന്നു. മഴയും വെയിലും മഞ്ഞും കാറ്റും മാറി മാറി വന്നു. പിന്നെ നിറഞ്ഞ മനസ്സുമായി മലയിറക്കം. അതുവരെ പെയ്യാതിരുന്ന മഴ ശക്തമായി ഞങ്ങൾ മലയിറങ്ങിയപ്പോൾ പെയ്തു തുടങ്ങി. വടക്കേമല വെള്ളച്ചാട്ടത്തിനരികിലേക്ക് എത്തുമ്പോൾ മഴ മാറി വീണ്ടും അന്തരീക്ഷം തെളിഞ്ഞു. ആ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ഈറനോടുകൂടി സമീപത്തെ മഹാദേവന് മുന്നിൽ പ്രാർത്ഥന നടത്തി അന്നത്തെ യാത്ര സഫലമായതിന് എല്ലാവർക്കും നന്ദി അർപ്പിച്ച് തിരികെ. ക്ഷേത്രസംബന്ധിയായ ആചാരസംബന്ധിയായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബാലുസ്വാമിയുടെ പുനർജനി നുഴലിൻ്റെ അനുഭവങ്ങൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. കാത്തിരിക്കുക. നന്ദി.